ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ബൊഗെയിൻവില്ല നന്നായി പൂടുന്ന സമയമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ബൊഗെയിൻവില്ലയിൽ എങ്ങനെ കൂടുതൽ പൂക്കളുണ്ടാക്കാം, നമുക്ക് എങ്ങനെ ഒത്തിരി തൈകളുണ്ടാക്കാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. നമുക്കറിയാം ബൊഗെയിൻവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂടുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജാനുവരി തൊട്ട് ഒരു മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ മഴ തുടങ്ങുന്നത് വരെ, അതായത് ഏറ്റവും നല്ല ചൂടുള്ള സമയത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് പൂടുന്നത്. അപ്പോൾ ബൊഗെയിൻവില്ല എന്ന് പറയുന്നത് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും വളർത്താനും ഏറ്റവും എളുപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് പൂടാനായിട്ട് നല്ല സൂര്യപ്രകാശമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒരു മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഫുൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമുക്ക് ബൊഗെയിൻവില്ല വെക്കാനായിട്ട്. അല്ലെങ്കിൽ ബൊഗെയിൻവില്ലയിൽ വെയിൽ കുറയും തോറും അറ്റത്ത് 2-3 പൂക്കളുണ്ടാവുന്നതല്ലാതെ ഇതേപോലെ തിക്കായിട്ട് ഒരിക്കലും പൂവുണ്ടാവില്ല. ബൊഗെയിൻവില്ല പൂടാനായിട്ട് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടറിങ് ആണ്. ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കണം. പക്ഷേ നനച്ച് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ചട്ടി നിറഞ്ഞൊഴുകുന്ന പോലെയൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് പൂമേൽക്ക് വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂമേൽക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പൂവ് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബൊഗെയിൻവില്ല ഇതേപോലെ പൂത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും നമ്മൾ ആലോചിക്കുക എങ്ങനെ ഈ പ്ലാന്റിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കാം, കട്ടിങ്സ് എടുക്കാമെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൊഗെയിൻവില്ല പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഞാൻ കമ്പുകൾ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ഏത് വണ്ണത്തിലും വലിപ്പത്തിലുള്ള കമ്പുകൾ വേണമെങ്കിലും ബൊഗെയിൻവില്ലയിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ കമ്പുകളുടെ വണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞ ചെറിയ കമ്പുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ 1-2 കമ്പുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ചെടുത്ത കമ്പുകളിൽ നിന്ന് ആദ്യം തന്നെ അതിൻ്റെ ഇല മൊത്തം പറിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇല എന്തിനാണ് കട്ട് ചെയ്ത് കളയണേന്ന് വിചാരിച്ചാൽ ഇലയിലൂടെ ഈ ചെടിയുടെ വെള്ളാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇലയോട് കൂടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ കമ്പിന് പെട്ടെന്ന് വാട്ടം തട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ നല്ലത്. അപ്പോൾ പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇതേപോലെ 3-4 കമ്പുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുമ്പോൾ എപ്പോഴും ചെറിയ ചട്ടിയിൽ നടാൻ ശ്രമിക്കണം. അപ്പോൾ ആ ചട്ടിയിലെ വേരുകളെല്ലാം നിറഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ചട്ടിയിലോട്ട് മാറ്റി നടുക. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ചട്ടിയിലോട്ട് ഞാൻ മണ്ണിട്ടു. വേരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാ മണ്ണാണ് ഇട്ടേക്കുന്നത്, വളങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിലേക്ക് കമ്പ് ഇറക്കി വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെ നടണേന്ന്. അതിനുശേഷം ഞാൻ ഈ മണ്ണും കമ്പും നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ കമ്പ് നടാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ജനുവരി മാസത്തിലാണ്. അപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരു കവറ് വെച്ച് മൂടി വെക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കവറും നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഈർപ്പമുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കും. ഇങ്ങനെ മോയ്സ്ചർ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ കവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ വെട്ടം കയറുന്ന തരത്തിലുള്ള കവർ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡോ കയറോ വെച്ചിട്ട് ഇതിനെ കെട്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഇതിനകത്ത് ഈർപ്പം, അതായത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയൊരു വെള്ളത്തുള്ളി പോലെ, അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുറന്ന് വീണ്ടും നനച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിനെ നമ്മൾ അധികം വെയിലില്ലാത്ത എന്നാൽ അത്ര ഡാർക്ക് അല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഷെയ്ഡിലോട്ട് വെക്കണം. ഞാൻ പറഞ്ഞു മഴക്കാലമാണ് ചെടികളെ പിടിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു. കാരണം മഴക്കാലത്ത് അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിനധികം മോയ്സ്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ ചെടികൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും. അങ്ങനെ ഒരു സമയത്താണ് നടുന്നതെങ്കിൽ ഇതേപോലെ മണ്ണെടുത്തതിന് ശേഷം കമ്പുകൾ വെറുതെ ആ മണ്ണിലോട്ട് ഇറക്കി വെച്ചാൽ മതി. ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നട്ടതിന് ശേഷം നമ്മളെപ്പോഴും ഷെയ്ഡിൽ വെക്കണം. ഇത് ഞാനൊരു 3 ആഴ്ച മുമ്പ് ഒരു കമ്പ് നട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചെറിയ ഇലകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോഴും മാറ്റി നടാറൊന്നും ആയിട്ടില്ല. കാരണം ബൊഗെയിൻവില്ലയിൽ ഇലകൾ പെട്ടെന്ന് വരും, പക്ഷേ വേരെന്ന് പറയുന്നത് പതുക്കെ വരത്തുള്ളൂ. ഈ ചെടീനെ ഞാൻ ഇളക്കി കാണിച്ചു തരാം.
നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, ഇതിനകത്ത് 1-2 ചെറിയ വേരുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ചെടീനെ ഇളക്കി മാറ്റി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് ഞാൻ ഇതേപോലെ തന്നെ പിടിപ്പിച്ചെടുത്ത ഒരു കമ്പാണ്. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണെന്ന് തോന്നുന്നു ഞാൻ നട്ടത്. നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഒരു ചെറിയ കമ്പാണെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോഴേ നിറയെ ഇതിനകത്ത് പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നിറയെ മുട്ടുകളുണ്ട്. ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഫുൾ പൂവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് 1 വർഷം മുമ്പ് ഞാൻ പിടിപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് ഇപ്പോഴേ നിറയെ പൂക്കളുണ്ട്, അതേപോലെ തന്നെ നിറയെ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നട്ടതൊരു ചെറിയ ചട്ടിയിലാണ് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ നോക്കിയാലറിയാം, അതിനകത്ത് റൂട്ടുകളൊക്കെ തിങ്ങി നിറഞ്ഞ് പുറത്തോട്ട് വന്നിട്ടുണ്ട്, എല്ലാ റൂട്ടുകളും. അപ്പോൾ ഈ ചെടി ആക്ച്വലി റീപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. പക്ഷേ പൂക്കളുള്ള സമയമായതുകൊണ്ട് ഞാനിപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതേപോലെ വേറൊരു പൂക്കളില്ലാത്തൊരു പ്ലാന്റിനെ എങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ചെടികളുടെ വളർച്ച കൂട്ടാനും അതേപോലെ തന്നെ പൂക്കൾ കൂട്ടാനും നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് സൈസിൽ, അതായത് കുറച്ചുകൂടി വലിപ്പമുള്ള പോട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷെ നമ്മളൊരു മെച്യൂർ പ്ലാന്റാണ് എടുക്കണമെങ്കിൽ ഒരു 4-5 വർഷം കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിനെ ഇതേപോലെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പോട്ടിലോട്ടാണ് റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നടാനായിട്ട് പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാ നമ്മുടെ മണ്ണ്, ചാണകപ്പൊടി, പിന്നെ സെറാമിൽ. അപ്പോൾ ഇതിൻ്റെ മിക്സാണ് യൂസ് ചെയ്യുന്നത്. ചകിരിച്ചോറ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ചകിരിച്ചോറ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പറിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ ചെടീനെ ഇതേപോലെ മണ്ണ് മൊത്തത്തിൽ നനയുന്ന രീതിയിൽ നനയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ നൈഫോ സിസേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ മണ്ണും പോട്ടും ചേരുന്ന ആ ഒരു ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് താത്തി പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെടീനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കമ്പ് മാത്രമായിട്ട് വിട്ടുപോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഊരിയെടുക്കുന്ന ഭാഗത്തെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി ആക്ച്വലി. അപ്പം ഞാൻ ഇതേപോലെ തന്നെ അടുത്ത പോട്ടിലോട്ട് ഇതിനെ മാറ്റി നടുകയാണ്. താഴെ കുറച്ച് മണ്ണിട്ടു, അതേപോലെ എന്നിട്ട് ആ ചെടീനെ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു. ആവശ്യത്തിന് മണ്ണിട്ട് ഈ ചെടീനെ ഉറപ്പിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ചെടി പോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഒരാഴ്ചയെങ്കിലും നമ്മൾ തണലത്ത് വെക്കണം. ബൊഗെയിൻവില്ല ഇതേപോലെ പൂത്ത് നിൽക്കാനായിട്ട് എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ബൊഗെയിൻവില്ല എന്ന് പറയുന്നത് ഒത്തിരി വളങ്ങൾ ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല. അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അത്ര അധികം ആവശ്യമില്ല. നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം റൂട്ടെല്ലാം ഭയങ്കരമായിട്ട് തിങ്ങി വളർന്നായിരിക്കും ബൊഗെയിൻവില്ല ഇരിക്കുന്നത്. മേൽമണ്ണെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് കുറവും എന്നാൽ ഫോസ്ഫറസ്, പൊട്ടാഷ് കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും പൂവിടാനായിട്ട് നല്ലത്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് കുറവെന്ന് പറയുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയിലൊക്കെ നൈട്രജൻ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതെല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ എല്ലുപൊടി അല്ലെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം, സെറാമിലിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള വളങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒത്തിരി വളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല നമ്മുടെ ബൊഗെയിൻവില്ല. അതുകൊണ്ട് തന്നെ ഒരു വളം ഇട്ടതിന് ശേഷം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത വളം ഇട്ടാൽ മതിയാകും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിറയെ പൂക്കളുള്ള ബൊഗെയിൻവില്ല പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക.